പത്തനംതിട്ട സീതത്തോട് വാലുപാറ ബൂത്തിലെ പോളിംഗ് ഓഫീസർ കുഴഞ്ഞു വീണു. രണ്ടാം പോളിംഗ് ഓഫീസർ PS സരിനാണ് കുഴഞ്ഞു വീണത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിൽ 4 വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗോകുൽ രമേശ് ഒപ്പം ചേരുന്നു. ഗോകുൽ, എന്താണ് ഉണ്ടായത്? കൃഷ്ണരാജ്, എന്തായാലും രാവിലെ തന്നെ പോളിംഗ് ആരംഭിച്ചു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ചില ബൂത്തുകളിൽ ഉണ്ടായിരിക്കുന്നത്. അതിലേറെ പ്രധാനപ്പെട്ടതാണ് ഈ പോളിംഗ് ഓഫീസർ കുഴഞ്ഞു വീണത്. സീതത്തോട് വാലുപാറ ബൂത്തിലെ രണ്ടാം പോളിംഗ് ഓഫീസറായിട്ടുള്ള PS സരിൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് കുഴഞ്ഞു വീഴുകയുണ്ടായത്. സരിനെ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കി സുരക്ഷാ ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ആശങ്കയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ജില്ലയിൽ പലയിടത്തും ഇത്തരത്തിൽ രാവിലെ ആദ്യ സമയത്ത് തന്നെ വോട്ടിംഗ് മെഷീൻ പണിമുടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായിട്ടും തിരുവല്ല, നിരണം, എരതോട്, അതോടൊപ്പം തന്നെ നാരങ്ങാനം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ, പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ 1-ാം ബൂത്തിൽ, ഒപ്പം കൈപ്പട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അങ്ങനെ 4-5 ഇടങ്ങളിൽ ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീനിന് ചെറിയ രീതിയിൽ തകരാർ സംഭവിച്ച് വോട്ടിംഗ് ആരംഭിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യവും രാവിലത്തെ മിനിറ്റുകളിൽ ആദ്യ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് MDLPS സ്കൂളിലാണ്. കുമ്പഴ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക്, വോട്ടർമാരുടെ തിരക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ 8 മണി വരെ ഏകദേശം 5.17% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന കണക്കുകൾ. നിലവിലെന്തായാലും ആദ്യ മണിക്കൂറുകളിൽ നല്ല ഉയർന്ന പോളിംഗ് ശതമാനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് പത്തനംതിട്ടയിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നത്. 10,62,756 സമ്മതിദായകരാണ് അവരുടെ വോട്ടവകാശം പത്തനംതിട്ട ജില്ലയിൽ വിനിയോഗിക്കുന്നുണ്ടാവുക. 1,225 പോളിംഗ് ബൂത്തുകളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. 3,549 മത്സരാർത്ഥികളാണ് ജില്ലയിൽ ഈ 3 തലങ്ങളിലായിട്ട് മത്സരരംഗത്ത് ഉള്ളത്. എന്തായാലും ആവേശകരമായിട്ടുള്ള മത്സരവും പ്രചരണവും ഒക്കെ തന്നെയായിരുന്നു കഴിഞ്ഞത്. അതിനുശേഷം പോളിംഗ് ബൂത്തിലെ ആദ്യ മണിക്കൂറുകളിൽ നല്ല തിരക്ക് പത്തനംതിട്ടയിലെ പല ബൂത്തുകളിൽ നമുക്ക് ദൃശ്യമാവുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും മുന്നണികളൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്. പ്രധാനമായിട്ടും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം BJPക്കും NDA മുന്നണിക്കും ഏറെ വേരോട്ടവും ശക്തിയും ഉള്ള ഒരു ജില്ല കൂടിയിട്ടാണ്. പ്രധാനമായിട്ടും പാലക്കാടിന് ശേഷം BJP ഒരു നഗരസഭ ഭരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അത് പന്തളം നഗരസഭയിലാണ്. പന്തളം നഗരസഭയിൽ ഇക്കുറി തുടർഭരണം അവകാശപ്പെട്ടുകൊണ്ട് തന്നെയാണ് BJP നേതാക്കളുടെയൊക്കെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും 33 സീറ്റുകളിലേക്ക് പന്തളം നഗരസഭയിൽ മത്സരം നടക്കുന്നു. അതിൽ കഴിഞ്ഞ തവണ 18 സീറ്റുകളിൽ വിജയിക്കുവാനായിട്ട് BJP സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കുറി ആ സംഖ്യയിൽ കൂടുതലായി സീറ്റുകൾ നേടും എന്നുള്ള ഒരു ആത്മവിശ്വാസം അവിടുത്തെ പ്രവർത്തകർക്കും അവിടുത്തെ നേതാക്കൾക്കും ഉണ്ട്. അതുകൂടാതെ പന്തളം നഗരസഭ കൂടാതെ 3 ഗ്രാമപഞ്ചായത്തുകൾ BJP ഭരിക്കുന്ന പഞ്ചായത്തുകളാണ് പത്തനംതിട്ട ജില്ലയിൽ. ഒന്ന് ചെറുകോലാണ്, ഒന്ന് കവിയൂരാണ്, ഒന്ന് കുളനട പഞ്ചായത്താണ്. ആ 3 പഞ്ചായത്തുകൾ ഭരണം നിലനിർത്തുന്നത് കൂടാതെ കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് ഭരണം ഏറാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസവും നിലവിൽ BJP ജില്ലാ നേതൃത്വത്തിനുണ്ട്. പ്രത്യേകിച്ച് ആറന്മുള പോലെ, നാരങ്ങാനം പോലെയുള്ള പഞ്ചായത്തുകളിൽ ഭരണം നേടാൻ സാധിക്കുമെന്നുള്ളൊരു വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും BJP പ്രവർത്തകർക്കിടയിലുണ്ട്. അതുകൂടാതെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ഒക്കെ തന്നെ കൂടുതൽ പ്രതിനിധികളെ എത്തിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വലിയ ആത്മവിശ്വാസവുമുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിൽ എന്തായാലും ഈ BJP അടക്കമുള്ള മുന്നണികൾ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതുകൂടാതെ തന്നെ പ്രധാനമായിട്ടും ഇവിടെ ഈ ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയമടക്കം വലിയ സ്വാധീനം ഇവിടുത്തെ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ല കൂടി ആയതുകൊണ്ട് തന്നെ ആ സ്വർണ്ണക്കവർച്ച വിഷയം പ്രധാനമായിട്ടും പത്തനംതിട്ട ജില്ലയിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്നൊരു വിഷയമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുകൂടാതെ രാഹുൽ മങ്കുട്ടത്തിൽ വിഷയമടക്കം ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമാകുന്നുണ്ട്. ഇടത് വലത് മുന്നണികൾ ഈ 2 വിഷയങ്ങളിൽ പ്രതിരോധത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ BJP ആ കാര്യങ്ങളിലൊക്കെ കൂടുതൽ അനുകൂല ഘടകങ്ങളായിട്ട് അവയൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് ഈ ഇടത് വലത് മുന്നണികളുടെ അവരുടെ കൊള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒക്കെ എത്തിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികളായിരുന്നു നടത്തിയിരുന്നത്. അതുകൂടാതെ ഓരോ സ്ഥലങ്ങളിലുമുള്ള ജനകീയ വിഷയങ്ങളും പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളുമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങൾക്ക് പരിഹാരമൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് BJP മുന്നണി എന്തായാലും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും അവരുടെ പ്രചാരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രി വീണ ജോർജ് ആണെന്നാണ് തോന്നുന്നത്. വീണ ജോർജ് ഈ ബൂത്തിലേക്കാണ് വോട്ട് ചെയ്യാൻ എത്തുന്നത്. അവർ അല്പസമയത്തിനകം തന്നെ എത്തും എന്നുള്ളൊരു വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും അങ്ങനെ ജില്ലയിലെ ആദ്യ മണിക്കൂറുകൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായി, അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിൽ ചില തകരാറുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് അശാന്തികരമായിട്ടുള്ള സംഭവ വികാസങ്ങളൊന്നും ആദ്യത്തെ മണിക്കൂറുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം തന്നെ ആദ്യ മണിക്കൂറിൽ തന്നെ ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും നിറഞ്ഞ് അല്ലെങ്കിൽ നല്ല സംഖ്യയിൽ വോട്ടർമാരെത്തുന്നു എന്നുള്ളതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വീണ ജോർജ് ഈ MDLP സ്കൂളിലേക്ക് എത്തുന്നതിൻ്റെ
ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രധാനമായിട്ടും വീണ ജോർജ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളുണ്ട്. അതോടൊപ്പം തന്നെ മർത്തോമ സഭയുടെ സഭാധ്യക്ഷൻ തിയഡോഷ്യസ് മെത്രാപ്പൊലീത്ത അടക്കമുള്ള സാമുദായിക നേതാക്കളും പത്തനംതിട്ട ജില്ലയിലാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത്. ചലച്ചിത്ര താരങ്ങൾ ഉണ്ട്, ചലച്ചിത്ര സംവിധായകന്മാരുണ്ട്. അങ്ങനെ പ്രമുഖരായിട്ടുള്ള നീണ്ട നിര പത്തനംതിട്ട ജില്ലയിൽ പല പോളിംഗ് ബൂത്തുകളിലായിട്ട് വോട്ട് രേഖപ്പെടുത്തുവാനായിട്ട് എത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഈ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു എന്നുള്ളതിൻ്റെ കാഴ്ചകളും ഒക്കെ തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വോട്ടർമാരുടെയും ഒരു വലിയ നീണ്ട നിര ഇവിടെ നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. എന്തായാലും നല്ല പോളിംഗ് ശതമാനത്തിലേക്ക്, ഉയർന്ന പോളിംഗ് ശതമാനത്തിലേക്ക് ജില്ല എത്തും. 3500ഓളം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വൈകുന്നേരത്തോടു കൂടി നല്ലൊരു പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിക്കും. രാവിലെ തന്നെ ഉച്ചയ്ക്ക് മുന്നോടിയായി തന്നെ അവരവരുടെ വോട്ടർമാരെ കൃത്യമായിട്ട് വോട്ട് ചെയ്തു എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നണികളും അവരുടെ പ്രവർത്തകരും അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ വാഹനങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ആളുകളെ, വോട്ടർമാരെയൊക്കെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്ന കാഴ്ചകൾ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണി പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ വളരെ ആവേശകരമായിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ അവർ പ്രവർത്തിക്കുന്നു. എല്ലാ മുന്നണികളും പ്രവർത്തിക്കുന്നു. ഒപ്പം BJP അടക്കമുള്ള മുന്നണികൾ ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം കൂടി പത്തനംതിട്ട ജില്ലയിൽ ഉണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. വിവരം നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.